ഇയാളെ വിത്തോട്ട് വരുന്നെന്ന് വിളിക്കണേ. 100 ഇടൂലായിരിക്കും. ഇതാണ് പറച്ചോനെ വീട്. തെറ്റാണ്ട് ഇരുന്നാ മതിയായിരുന്നു. അവ ഇവിടെ ഒന്നും ആരും ഇല്ല. ഇതാരാ ഈ കിടക്കണത്? ഒറ്റക്കെട്ടില് തവള കുഞ്ഞ് കിടക്കണ പോലെയുണ്ട്. ആരാ? മനസ്സിലായില്ലല്ലോ. നിനക്കെന്നെ മനസ്സിലായില്ല അല്ലേ? നീ എന്റെ മുഖത്തോട്ട് സൂക്ഷിച്ചു നോക്കിയിട്ട് പറടാ, നിനക്കെന്നെ മനസ്സിലായില്ലെന്ന്. ഇല്ല, മനസ്സിലായില്ല. എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെയാ എന്റെ മനസ്സിൽ കിടക്കണ. നിനക്കോർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. നീ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ സ്കൂൾ ആനിവേഴ്സറിക്ക് പാടാൻ ഒരു പാട്ട് പഠിപ്പിച്ചാട്ടേത്താന്നും പറഞ്ഞ് നീ ഓടി വന്നപ്പോ ഈ മടിയിലിരുത്തിയ നിനക്ക് ഞാനൊരു പാട്ട് പഠിപ്പിച്ചു തന്നത്. കദളിവായ കയ്യിലിരുന്ന് കർത്തവാക്ക ഇന്നു വിരുന്നു വിളിച്ചു, വിരുന്നുകാരാ വന്നാട്ടെ. എന്നിട്ട് 1ാം സമ്മാനം കിട്ടിയപ്പോ നീ ഓടി വന്നിട്ടാണ് ഈ കവളത്ത് വന്ന ഉമ്മയുടെ ചൂട് ഇപ്പോഴും മറന്നിട്ടില്ല മോനെ. നീ കരയണ്ട. നിന്നെ കരയിപ്പിക്കാനും വിഷമിപ്പിക്കാനും വേണ്ടി പറഞ്ഞല്ല. കറുത്തതൊക്കെ വെളുത്തതൊക്കെ എന്നൊക്കെ പറഞ്ഞ് ചളമാക്കരുത് കേട്ടോടാ. നിന്റെ ചേട്ടൻ കരയാനാണ്, നീ എന്തിനാണ് അങ്ങനെ കരയാൻ? അവന് കരയാണ്ടിരിക്കാൻ പറ്റുമോ? അവന്റെ വിരിഞ്ഞു പോയ കൂട്ടുകാരൻ അബൂബക്കറിന്റെ ഏക ഇത്തായില്ലേടാ ഞാൻ. സൂപ്പർ ഉരുപ്പിടിയാണുള്ളത്. വെറുതെ അല്ല ഇയാളെ കോലം കിട്ടു പോയി. ചേട്ടന്റെ ഭാര്യയാണ്. ഇതാണല്ലേ ഭരതന്റെ 2ാമത്തെ കെട്ടിയോള് രാജമ്മ. രാജമ്മേ ഞാൻ പറയാറില്ലേ നമ്മുടെ മോളെ രാജമ്മേ. അല്ലാ, മരിക്കുന്നതിന് മുമ്പ് നിന്റെ മുഖം ഒന്ന് കാണാനുള്ള നല്ല രസീവളമുള്ള ഭരതൻ ഓർമ്മയുണ്ടോന്ന് എനിക്കറിയില്ല. നീ നിന്റെ ആദ്യത്തെ കെട്ടിയോളും തമ്മിൽ തല്ലി കൊടുപ്പോ പേടിച്ചിട്ട് അവൾ എന്റെ കൂടെ വന്ന് അന്തി ഉറങ്ങണം. ഇവളും അതുപോലെ വഴക്കുണ്ടാക്കാറുണ്ടോ വരുന്ന? വല്ലപ്പോഴൊക്കെ. അത് മതി. മോളെ ദേ നമ്മുടെ ഇത്ത. അవ్వా, ഇത് ഞമ്മടെ സീതമോളല്ലേ? പടച്ചോനെ, പണ്ട് ഞാൻ കാണുമ്പോ ഇത്രയേ ഉള്ളൂ. നീ അങ്ങോട്ട് വളർന്ന് കൊന്നത്തെങ്ങോയായി പോയിട്ടൊരു മുത്ത. ചായ കുടിച്ചിട്ടാവാം. അല്ലെങ്കിൽ ഒരാരെങ്കിലും ഭർത്താനം പറഞ്ഞോണ്ടിട്ട് ഇടക്കൊന്ന് പ്രശ്നമുണ്ടാകും. പണ്ടുള്ള പരിപാടിയുണ്ട്. വാ മോളെ. അമ്മയില്ലാതെ വളർന്ന കുട്ടിയെ ഇനി മുതൽ നിങ്ങൾ രണ്ടാക്കും ഒരു കുറവും ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കൂല. എനിക്കത് മതി.